പുണ്ടരീകാക്ഷ അഗ്നിദേവോ ഓം ബദേ ചാമുണ്ഡേ ഓ ചെറിയ പുണ്ടരീകാക്ഷ ബദേ ഓം സ്വാ ഒഴിഞ്ഞു പോ. പോവില്ല, ഞാൻ പോവില്ല. പോ. ഇല്ല. പറഞ്ഞേ. കൃഷ്ണൻ വൈദ്യരെ, ഇതല്പം മൂത്തനാണ്. കുടുംബത്തെ പരദൈവം. വയലിൽ പണിക്കരുടെ പ്രേതമാണ് ലക്ഷ്മിയുടെ ശരീരത്തിൽ കുടിയിരിക്കുന്നത്. ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല വൈദ്യരെ. വേറെ മാർഗം? കുട്ടിക്ക് ഇങ്ങനൊരു തലവിധി വന്നല്ലോ ദൈവമേ. ഇതൊക്കെ കാണാനും കേൾക്കാനും ഞങ്ങൾ എന്ത് പാപം ചെയ്തു. എത്ര നാളായി നമ്മൾ ഇത് അനുഭവിക്കുന്നു. ദൈവം ഇനിയും നമ്മളെ പരീക്ഷിക്കുകയാണെങ്കിൽ അല്പം വിഷം വാങ്ങിക്കഴിച്ച് നമുക്ക് 3 പേർക്കും അങ്ങ് അവസാനിപ്പിക്കാം. ഹായ്, അരുതാത്ത ഒന്നും ചിന്തിക്കേണ്ട വൈദ്യരെ. എല്ലാം കാണുന്ന ഈശ്വരൻ ഇതിനും ഒരു വഴി കാട്ടിത്തരും. ആലുവ അദ്വൈതാശ്രമത്തിൽ ചെന്ന് ഗുരുദേവ തൃപ്പാദങ്ങളെ കണ്ട് ശങ്കുണ്ണി വിവരമെല്ലാം പറഞ്ഞതാണ്. എല്ലാം അറിയുന്ന ഗുരു നല്ല ചികിത്സ കൊടുക്കാനാണ് പറഞ്ഞത്. എവിടെയെല്ലാം കൊണ്ടുപോയി ഞങ്ങൾ മരുന്ന് കൊടുത്തു. എന്നിട്ടും ഈ ഭ്രാന്ത് കൂടുന്നതല്ലാതെ കുറയുന്നുണ്ടോ? ഗുരുദേവ തൃപ്പാദങ്ങൾ ഈ വസതിയിലേക്ക് എഴുന്നള്ളുന്നു. ഏയ്, ഇങ്ങ് അടുത്തെത്താറായി. ദൈവമേ ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ. ഉഗ്രമൂർത്തിയാണ് കുട്ടിയുടെ ദേഹത്ത് കുടിയേറിയിരിക്കുന്നത്. അതും ഇവിടുത്തെ പരദൈവമൂർത്തി. സാരമില്ല, നോം അതിനെ കൂടെ കൊണ്ടുപോവുകയാണ്. കൃഷ്ണ, ആ വിഗ്രഹവും ഉടവാളും ഇളക്കിയെടുത്ത് നമുക്ക് തരിക. അയ്യോ ഗുരു, അത് പാപമല്ലേ? ഞാനത് എങ്ങനെ ചെയ്യും? ഇവിടെ ആർക്കെങ്കിലും അത് ചെയ്യാൻ കഴിയുമോ? ശരി, എങ്കിൽ നോം അത് ചെയ്യാം. ഇവിടെ നിന്ന് അല്പം മാറി പറവൂർ തോടിനോട് ചേർന്ന് കൂടംകുളത്ത് എന്നൊരു തറവാടുണ്ട്. അവിടെ നശിച്ച് കുലം മുടിയുവാൻ പോകുന്നു. ഇത് നശിക്കാനുള്ള ബിംബമാണ്. അവിടെ തോട്ടിൽ നിക്ഷേപിക്കുക. ഈ ഉടവാൾ കൊല്ലൻ മടത്തുംപടിക്കൽ രാമകൃഷ്ണനെ ഏൽപ്പിക്കുക. കറിക്കരിയുവാനുള്ള മൂർച്ചയുള്ള 4 കത്തിയുണ്ടാക്കി അദ്വൈതാശ്രമത്തിൽ എത്തിക്കാൻ പറയുക. കുഞ്ഞെ, നിന്റെ ബാധയെ നോം കൂടെ കൊണ്ടുപോകുന്നു. ഇനിമേലിൽ നിനക്ക് ഈ അസുഖമുണ്ടാകില്ല.